ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഇവിടെ 6 മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോഴേക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും 3 സവാള ചെറുതാക്കി അരിഞ്ഞതും ചേർക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളകും വേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് തീ കുറച്ച ശേഷം 3.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ഇട്ട് മസാലയുടെ പച്ച മണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലപോലെ വെന്തൊടിഞ്ഞ് വരുമ്പോഴേക്കും 1 സ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് 2-ാം പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് പറ്റി വരുമ്പോഴേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ആ മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിശ്വാസഗന്ധ